PM ശ്രീ നമ്മൾ ഈയിടെയായി എല്ലാ ദിവസവും തന്നെ കേൾക്കുന്ന ഒരു പദമാണ് PM ശ്രീ പദ്ധതി. എന്താണ് PM ശ്രീ സ്കീം? പ്രൈം മിനിസ്റ്റർ സ്കൂൾസ് ഫോർ റൈസിംഗ് ഇന്ത്യ 2022 സെപ്റ്റംബർ 7 ലോഞ്ച് ചെയ്യപ്പെട്ടത്. ഇത് സെൻട്രൽ ഗവൺമെന്റിന്റെ ഒരു സ്വപ്ന പദ്ധതിയാണ്. ഈ സ്കൂളുകൾ വൈജ്ഞാനിക വികസനം വർദ്ധിപ്പിക്കുന്നതിൽ മാത്രമല്ല, ബഹുഭാഷയിൽ ഊന്നിയ പ്രവർത്തന അധിഷ്ഠിതവും, അതായത് ആക്ടിവിറ്റി ബേസ്ഡ്, അതുപോലെ തന്നെ തൊഴിലധിഷ്ഠിതവുമായ വിദ്യാഭ്യാസത്തിലൂടെ 21ാം നൂറ്റാണ്ടിലെ പ്രധാന കഴിവുകൾ ഉൾക്കൊള്ളുന്ന സമഗ്രവും സുസ്ഥിരവുമായ ഭാവി പൗരന്മാരെ സൃഷ്ടിക്കുക എന്ന ഉദ്ദേശത്തോടു കൂടിയുള്ളതാണ്. 2020 NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസിയിൽ ഊന്നിയ ഒരു പഠന രീതിയായിരിക്കും ഫോളോ ചെയ്യുക. ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷൻ നൽകുക വഴി സമഗ്രമായ ഒരു വ്യക്തിത്വ വികസനമായിരിക്കും കുട്ടികളിൽ ഉണ്ടാവുക. സമഗ്രവും സംയോജിതവും അന്വേഷണ അധിഷ്ഠിതവും കണ്ടെത്തൽ അധിഷ്ഠിതവും, അതായത് എക്സ്പെരിമെൻ്റലും സ്റ്റുഡൻറ് സെൻറ്റേർഡുമായ വിദ്യാഭ്യാസം നൽകുക വഴി നാളത്തെ പൗരന്മാരെ വാർത്തെടുക്കുന്നതിൽ നിർണായകമായ പങ്കുവഹിക്കുവാൻ ഈ സ്കൂളുകൾക്ക് കഴിയും. കേന്ദ്ര സർക്കാർ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശ സർക്കാരുകൾ, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, നവോദയ വിദ്യാലയങ്ങൾ എന്നിവയുൾപ്പെടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നിയന്ത്രിക്കുന്ന 14,500-ലധികം PM ശ്രീ സ്കൂളുകളെ മോഡൽ സ്കൂളുകളായി വികസിപ്പിക്കുക എന്നതാണ് ഈ സംരംഭത്തിൻ്റെ ലക്ഷ്യം. ഈ സ്കീമിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന സ്കൂളുകൾക്ക് 1 മുതൽ 12 വരെയുള്ള ക്ലാസ്സുകൾക്ക് അടിസ്ഥാന സൗകര്യങ്ങൾ മോഡേൺ ആക്കുന്നതിനും പഠന സാമഗ്രികൾ വാങ്ങുന്നതിനും അധ്യാപന രീതികൾ മെച്ചപ്പെടുത്തുന്നതിനും എല്ലാം ആവശ്യമുള്ള ഫണ്ടിംഗ് 60% സെൻട്രൽ ഗവൺമെൻറ്റും 40% സ്റ്റേറ്റ് ഗവൺമെൻറ്റും വഹിക്കണമെന്നാണ് വ്യവസ്ഥ. ഈ സ്വപ്ന പദ്ധതിക്ക് 5 വർഷത്തെ ചെലവ് 27,360 കോടി രൂപയാണ്. ഇതിൽ 18,128 കോടി കേന്ദ്രവും 9,232 കോടി സ്റ്റേറ്റ് ഗവൺമെൻറ്റും മുടക്കണം. ഓരോ വിദ്യാർത്ഥിയും സ്വാഗതം ചെയ്യപ്പെടുകയും പരിപാലിക്കപ്പെടുകയും ചെയ്യുന്ന സുരക്ഷിതവും ഉത്തേജകവുമായ പഠന അന്തരീക്ഷം നിലനിൽക്കുന്ന വിശാലമായ പഠന അനുഭവങ്ങൾ വാഗ്ദാനം ചെയ്യുന്ന നല്ല ഭൗതിക അടിസ്ഥാന സൗകര്യങ്ങളും പഠനത്തിന് അനുയോജ്യമായ വിഭവങ്ങളും എല്ലാ വിദ്യാർത്ഥികൾക്കും ലഭ്യമാകുന്ന വിധത്തിൽ ഇത് വിദ്യാർത്ഥികളെ വളർത്തിയെടുക്കും. 2020 ദേശീയ വിദ്യാഭ്യാസ നയം വിഭാവനം ചെയ്തതുപോലെ തുല്യവും ഉൾക്കൊള്ളുന്നതും ബഹുസ്വരവുമായ ഒരു സമൂഹം കെട്ടിപ്പടുക്കുന്നതിനും ഉൽപാദനക്ഷമതയുള്ള പൗരന്മാരെ സൃഷ്ടിക്കുന്നതിനും ഈ സ്കൂളുകൾ സഹായിക്കും. എങ്ങനെയാണ് സ്കൂളുകൾ തിരഞ്ഞെടുക്കപ്പെടുന്നത് എന്ന് നോക്കാം. PM ശ്രീ പുതിയ സ്കൂളുകൾ ആരംഭിക്കുന്നില്ല. ഉള്ള സ്കൂളുകളെ അപ്ഗ്രേഡ് ചെയ്യുക മാത്രമാണ് ചെയ്യുന്നത്. 3 സ്റ്റേജുകളുള്ള ഒരു പ്രോസസ്സിലൂടെയാണ് PM ശ്രീ സ്കൂളുകൾ സെലക്ട് ചെയ്യപ്പെടുന്നത്. ഫസ്റ്റ് സ്റ്റേജ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഓർ കേന്ദ്രീയ വിദ്യാലയം ഓർ നവോദയ വിദ്യാലയം കേന്ദ്ര ഗവൺമെൻറ്റുമായി ഒരു MOU, മെമ്മോറാണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിംഗ്, ഒപ്പുവെക്കണം. അതായത് ഗുണനിലവാര മാനദണ്ഡങ്ങൾ പാലിക്കാമെന്നും അതുപോലെ NEP, അതായത് നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി 2020 ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുമുള്ള ഒരു കരാറാണിത്. അതിനുശേഷം ബേസിക് യോഗ്യതയും സൗകര്യങ്ങളുമുള്ള സ്കൂളുകളുടെ ഒരു പൂൾ തിരഞ്ഞെടുക്കും. അതാണ് സെക്കൻഡ് സ്റ്റേജ്. 3ാമത്തെ സ്റ്റേജിൽ ഈ സെലക്ട് ചെയ്ത പൂളിൽ നിന്ന് ഏറ്റവും യോജ്യമായ സ്കൂളുകൾ ഇൻസ്പെക്ഷനിലൂടെ തിരഞ്ഞെടുക്കും. തിരഞ്ഞെടുക്കപ്പെട്ട സ്കൂളുകൾക്ക് സ്മാർട്ട് ക്ലാസ് റൂംസ്, ICT ലാബ്സ്, വൊക്കേഷണൽ ലാബ്, ചൈൽഡ് ഫ്രണ്ട്ലി ഫർണിച്ചർ, ടോയ് കിറ്റ്സ് എന്നിവയെല്ലാം ലഭ്യമാകും. ഈ വിദ്യാലയങ്ങൾ കേന്ദ്രീയ വിദ്യാലയങ്ങളും നവോദയ വിദ്യാലയങ്ങളും പോലെ ഉയർന്ന നിലവാരത്തിലേക്ക് ഉയർത്തപ്പെടും. ഈ പദ്ധതിയുടെ 2025 വരെയുള്ള ഇംപ്ലിമെൻറ്റേഷൻ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കാം. ഇതുവരെ ഇന്ത്യയിലാകെ 13,070 സ്കൂളുകൾ PM ശ്രീ സ്കൂളുകളായി അപ്രൂവൽ കിട്ടിയിട്ടുണ്ട്. ഇതിൽ 869 കേന്ദ്രീയ വിദ്യാലയങ്ങളും
620 നവോദയ വിദ്യാലയങ്ങളും ഉൾപ്പെടുന്നു. ഏറ്റവും കൂടുതൽ സ്കൂളുകളുള്ള സ്റ്റേറ്റുകൾ: 1 ഉത്തർപ്രദേശ് 1710 സ്കൂളുകൾ, 2 ആന്ധ്രാപ്രദേശ് 855 സ്കൂളുകൾ, 3 മഹാരാഷ്ട്ര 827 സ്കൂളുകൾ, 4 ബീഹാർ 804 സ്കൂളുകൾ, അടുത്തത് തെലങ്കാന 794 സ്കൂളുകൾ. MOU കണ്ടീഷൻസും ഹിന്ദി ലാംഗ്വേജും സ്കീമിന്റെ പേരിനെതിരെയുള്ള പരാമർശവും സ്റ്റേറ്റിന്റെ സ്വയംഭരണാധികാരവും ചൂണ്ടിക്കാട്ടി തമിഴ്നാട്, കേരള, വെസ്റ്റ് ബംഗാൾ എന്നീ സംസ്ഥാനങ്ങൾ ഈ സ്കീമിനെ എതിർക്കുന്നു. PM ശ്രീ പദ്ധതി ഇന്ത്യൻ വിദ്യാഭ്യാസ മേഖലയ്ക്ക് വലിയ മുതൽക്കൂട്ടാകുമെങ്കിലും സംസ്ഥാനത്തിന്റെ സ്വയംഭരണ അവകാശവും വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ വൈവിധ്യവും പരിഷ്കരണ ലക്ഷ്യങ്ങളുമായി കേന്ദ്രം എങ്ങനെ ബാലൻസ് ചെയ്യും എന്നതിനെ ആശ്രയിച്ചിരിക്കും ഈ പദ്ധതിയുടെ വിജയം. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നതുവരെ ബൈ.